എല്ലാവർക്കും നമസ്കാരം. വാഴ രണ്ടാം ഭാഗം ഇന്ന് കണ്ടു. സംവിധാനം സബിൻ എസ് എ, റൈറ്റർ പഴയതുപോലെ ബിപിൻ ദാസ് തന്നെയാണ്. വാഴയുടെ ഒന്നാം ഭാഗത്തെ പറ്റി പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മോശം സിനിമകളിൽ ഒന്നാണ് വാഴയുടെ ഒന്നാം ഭാഗം. ഞാൻ അത്രത്തോളം ഇഷ്ടപ്പെടാത്ത ഒരു സിനിമ. അപ്പോൾ എന്തിനാണ് ഇതിൻ്റെ രണ്ടാം ഭാഗം കാണാൻ പോയത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാന കാരണം ട്രെയിലറിൽ അതൊരു സിനിമയായി തോന്നി. എനിക്ക് ഒന്നാം ഭാഗം ശരിക്കും ഒരു പൂർണ്ണതയുള്ള സിനിമയാണ് എന്ന് ഞാൻ പറയില്ല. അതിന് ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു, അതിനെ ഒരു ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് കാണിച്ചു എന്ന് മാത്രം പറയുന്നു. രണ്ടാം ഭാഗം എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ ഒരു സിനിമയായിട്ട് തോന്നി. പിന്നെ അതിൽ നമ്മുടെ സിനിമയിലുള്ള വിജയ് ബാബു, അൽഫോൻസ് പുത്രൻ, അജു വർഗീസ്, ഇങ്ങനെ ഒന്ന് രണ്ട് പേരുടെ മുഖങ്ങൾ കണ്ടു. പിന്നെ മേക്കിങ്ങിൽ അതൊരു സിനിമാറ്റിക് വാല്യൂ ഉള്ളതുപോലെ തോന്നി. അതുകൊണ്ട് കാണാൻ പോയി. പിന്നെ അതിനുപരി ഇന്നലെ മുതൽ ഗംഭീരമായ അഭിപ്രായമാണ് സിനിമയ്ക്ക് വരുന്നത്. അപ്പോൾ ഒന്ന് കണ്ടു കളയാം, ഇന്ന് പിന്നെ ഫ്രീ ടൈം കിട്ടി, അങ്ങനെ കണ്ടു കളയാമെന്ന് പറഞ്ഞു കണ്ടതാണ് വാഴ സെക്കൻഡ്. ഇനി എന്താണ് വാഴ സെക്കൻഡ്? പ്രത്യേകിച്ച് ഒരു ബ്രില്യൻസ് ഒന്നും ആ സിനിമയ്ക്കകത്തില്ല. ശരിക്കും എൻ്റെതായ ശരിയായ റിവ്യൂ, നിങ്ങൾ ഇപ്പോൾ 24 മണിക്കൂറായിട്ട് ഭയങ്കരമായ അഭിപ്രായമായിരിക്കും സിനിമയ്ക്ക് കേൾക്കുന്നത്. ഞാനും അത് തന്നെയാണ് കേട്ടത്. ഇനി ഞാൻ കണ്ടു, എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ഒരു വാഴ ഫസ്റ്റിൽ നിങ്ങൾ കണ്ട സാധനത്തിന്റെ മറ്റൊരു വെർഷനാണ് വാഴ സെക്കൻഡ് എന്ന് തന്നെ പറയാം. കണ്ടിന്യൂഷൻ ഉണ്ടോ അല്ലെങ്കിൽ കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, 1ഉം 2ഉം തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, കണക്ഷൻ ഉണ്ടാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കി എടുത്തിട്ടുള്ളതായി എനിക്ക് ചില ഭാഗങ്ങളിൽ തോന്നി. കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. ഒന്നിൽ കണ്ട കഥ തന്നെയാണ് രണ്ടിലുമുള്ളത്. പിന്നെ അതിൽ നമ്മൾ അഭിനേതാക്കൾ, ആ ഒന്നിൽ അഭിനയിച്ച ഞാൻ പറയുന്നില്ല, ആ മഹാന്മാരൊന്നും ഇതിലില്ലാത്തത് കൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നി. ഏതാണ്ട് 2 മണിക്കൂർ നല്ല ലെങ്ത് ഉള്ളതുപോലെ തോന്നി. 2-2.5 മണിക്കൂർ ഉണ്ടെങ്കിൽ പോലും ഒരു നിമിഷം പോലും സിനിമ ബോറടിക്കില്ല. അത് സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവാണ്. ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ സിനിമയെ കൊണ്ടുപോയിട്ടുണ്ട്. കാണിക്കുന്നതെല്ലാം പഴഞ്ചൻ സംഭവങ്ങൾ തന്നെയാണ്. നമ്മൾ പരമ്പരാഗതമായി മലയാളത്തിൽ കണ്ട, ഇംഗ്ലീഷിൽ ക്ലീഷേ എന്നൊക്കെ പറയും, അത്തരം സാധനങ്ങൾ തന്നെയാണ്. കുട്ടികളുടെ കാര്യങ്ങൾ, പിന്നെ അവരുടെ ജീവിതം, പിന്നെ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സിനിമ മുഴുവൻ ബന്ധങ്ങളാണ്. കാമുകൻ കാമുകി, അധ്യാപകൻ കുട്ടി, കൂട്ടുകാരൻ കൂട്ടുകാരി, കൂട്ടുകാരൻ 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 സഹോദരൻ 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 സഹോദരി, മകൻ അമ്മ, മകൻ അച്ഛൻ, അങ്ങനെയുള്ള സകലമായ ബന്ധങ്ങളും ഈ സിനിമയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പയ്യന്മാരുടെ മാത്രം ഒരു സിനിമയാണ് എന്ന് പറയാനും പറ്റത്തില്ല. ഇതിൽ ഫാമിലിയിലെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് കണ്ടന്റും ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഒരു ശരാശരി മലയാള പ്രേക്ഷകന് കാണാൻ പറ്റുന്ന എല്ലാ തരം ഐറ്റംസും ഈ സിനിമയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ ബോറടിക്കാത്ത രീതിയിൽ എഡിറ്റ് ചെയ്തെടുത്തിരിക്കുന്നതൊക്കെ കൊള്ളാം. അതിലുപരി നല്ല രീതിയിലുള്ള അഭിനയമാണ്. ഹാഷിർ ആണ് നമ്മുടെ പ്രധാന കഥാപാത്രമായി ചെയ്തിരിക്കുന്നത്. കൂടെ അവരെ 2 കൂട്ടുകാർ, പിന്നെ നമ്മുടെ വിജയ് ബാബു, അജു വർഗീസ്, ഇവരൊക്കെ ഉണ്ട്. അവരൊക്കെ വരുമ്പോൾ നമുക്കൊരു ഒരു ഒരു സിനിമ ഒരു നല്ലൊരു സിനിമയാണ് എന്ന് തോന്നും. ഒരു ഹൈ ലെവൽ സിനിമയായിട്ട് തോന്നും. പിന്നെ അൽഫോൻസ് പുത്രന്റെ ഒരു ക്യാരക്ടറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വലിയൊരു ബ്രില്യൻസ്, മേക്കിങ്ങിൽ ഒരു ബ്രില്യൻസ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി സെറ്റപ്പ്, എന്തോ ഒരു ഭയങ്കര സംഭവം അങ്ങനെയൊന്നും പറയത്തില്ല. പോയിരുന്നാൽ, ടിക്കറ്റ് എടുത്ത് പോയിരുന്നാൽ മൊത്തമായി കണ്ടു തീർക്കാം. അതിന്റെ ഒന്നാം പകുതി ഈ കുട്ടികളുടെ പോക്കൃത്തരവും സ്കൂളിൽ കിടന്ന് കാണിക്കുന്ന പൊട്ടത്തരങ്ങളൊക്കെയാണ്. എന്തോ മഹാസംഭവമാണെന്ന് പറഞ്ഞ് കാണിക്കുന്ന എല്ലാം സാധാരണ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. ക്ലാസ്സിൽ അടികൂടുന്നതൊക്കെ ഏറ്റവും വലിയ മഹത്തായ കാര്യമെന്ന് പറയുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തത് സോഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, ആന്റി സോഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ BGM ഒക്കെ ഇട്ട് കൊഴുപ്പിച്ചൊക്കെ ഇങ്ങനെ കാണിക്കുന്ന ഒരു ഫീൽ എനിക്ക് വന്നു. അതിൽ തിയേറ്ററിനകത്ത് ഒരു പോലീസുകാരനോട് പെരുമാറുന്ന രീതി, അതൊക്കെ എന്തോ അവനെ ഹാസ്യമായി കാണിച്ചു. അതൊക്കെ ശരിക്കും ആന്റി സോഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഈ ഏറ്റവും പ്രധാനം ലഹരി മരുന്നിന്റെ ഉപയോഗം, അത് മദ്യമായാലും സിന്തറ്റിക് ഡ്രഗ് ആയാലും അതിനെ ഉപയോഗിക്കുന്ന സമയത്ത് അവരെന്തോ അഡ്വഞ്ചർ കാണിക്കുന്ന പോലെയൊക്കെയാണ് സിനിമയ്ക്ക് അത് കാണിക്കുന്നത്. പിന്നെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. അവർ അത് നല്ലൊരു കാര്യമല്ല എന്നൊക്കെ പിന്നെ പറയുന്നുണ്ട്. പിന്നെ അത് നല്ലൊരു കാര്യമല്ല എന്ന് പറയുന്നെങ്കിൽ പിന്നെ എന്തിനാണ് അത് ഉപയോഗിക്കുന്ന സമയത്ത് ഇത്രയും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഒക്കെ ഇട്ട് ഫണ്ണിയായി ഗ്രാൻഡായിട്ട് ആ സീനിനെ ചിത്രീകരിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവർ കാണിക്കുന്ന ഒരു തെറ്റാണെന്ന് ആദ്യമേ അല്ല കാണിക്കുന്നത്. ആദ്യം അത് ഉപയോഗിക്കുമ്പോൾ അതെന്തോ മഹത്തായ കാര്യമാണ് അവർ ചെയ്യുന്നത്, ഒരു സാഹസമാണ് കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ സിനിമയിൽ മുഴുവൻ അതിന്റെ ഒരു പ്രസരമുണ്ട്. അതിന്റെ നെഗറ്റീവ് എഫക്റ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്, ശരിയാണ്. ഒരുപാട് ഉപദേശങ്ങളുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ സിനിമ ഫാമിലിക്ക് കൂടെ പറ്റിയൊരു സിനിമ തന്നെയാണ്. ഒന്നാം ഭാഗം പോലെ നമ്മൾ ഒന്നാം ഭാഗത്തിന് ഫാമിലി കാണിച്ച് അവരിറങ്ങിപ്പോവും, ഉറപ്പാണ്. അങ്ങനെ ഇറങ്ങിപ്പോയവരെ എനിക്കറിയാം. ഞാൻ തിയേറ്ററിൽ ഇരുന്നപ്പോൾ കുറേ പേര് ഇറങ്ങിപ്പോയി. ഞാനും പോകണമെന്ന് വിചാരിച്ചത്, ഞാൻ കടിച്ചു പിടിച്ചിരുന്ന് കണ്ടതാണ്.
ഇതങ്ങനെയല്ല. ഇത് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പണ്ട് കണ്ട് മടുത്ത കാര്യങ്ങളാണെങ്കിൽ പോലും നല്ല ഫാസ്റ്റായിട്ട് രസകരമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മോശം സിനിമ എന്ന് ഈ സിനിമയെ ഞാൻ പറയില്ല. അതുകൊണ്ട് ഇത് വാച്ചബിൾ ആണ്. പിന്നെ ഈ കേൾക്കുന്ന എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള യാതൊരു സംഭവം ആ സിനിമയ്ക്കകത്തില്ല. അത് മേക്കിങ്ങിലായാലും ഓർത്തിരിക്കാൻ പ്രത്യേകിച്ച് രംഗങ്ങളില്ല. എനിക്ക് ഓർത്തിരിക്കാനുള്ള റിമൈൻഡർ എന്ന് വെച്ചാൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രംഗങ്ങൾ ഒന്നുമില്ല, മനസ്സിൽ തങ്ങി നിൽക്കുന്ന പ്രകടനങ്ങളില്ല. അങ്ങനെ ഒരു മൊമെന്റ് പോലും ആ സിനിമയ്ക്കതില്ല. കണ്ടു എൻജോയ് ചെയ്തു കളഞ്ഞു. ചിരിച്ചോ എന്ന് ചോദിച്ചാൽ ഞാനും ചിരിക്കുന്ന 1-2 രംഗങ്ങൾ ഉണ്ടായിരുന്നു. ശരിയാണ്. അപ്പോൾ വാഴ ഒരു കുഴപ്പമില്ലാത്ത ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വാഴ 2. ഓക്കെ.